വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 4ാമത്തെ പാഠഭാഗമായിട്ടുള്ള സീഡ്സ് ഓഫ് ലൈഫ് എന്ന പാഠഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ നമ്മൾ പാർട്ട് 2 ആണ് ഇനി അപ്ലോഡ് ചെയ്യാനുള്ളത്. പാർട്ട് 1 നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് പേജ് നമ്പർ 63 മുതലാണ്, പ്ലാന്റിങ് വിത്തൗട്ട് സീഡ്സ് എന്നുള്ള ആ ഒരു ടോപ്പിക് മുതലാണ് നോക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് വായിച്ചു നോക്കാം. ആർ സീഡ്സ് ദ ഓൺലി പ്ലാന്റിങ് മെറ്റീരിയൽ യൂസ്ഡ്? നമ്മളൊരു പ്ലാന്റ് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ സീഡ്സ് ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണോ ആ പ്ലാന്റ് ഉണ്ടാക്കുന്നത്? ആണോ? അല്ല, അല്ലേ? നമ്മൾ സീഡ്സ് അല്ലാതെയും ഒരുപാട് ഭാഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്ലാന്റ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് ഹിബിസ്കസ്, ക്യൂൻ ഓഫ് ദ നൈറ്റ് അഥവാ നിശാഗന്ധി, പഗോഡ ഫ്ലവർ, കൃഷ്ണകിരീടം, മിറാക്കിൾ ലീഫ് പ്ലാന്റ് അഥവാ ഇലമുളച്ചി, ഇതൊക്കെയാണ് ഇവിടെ തന്നിട്ടുള്ളത്. വിച്ച് പാർട്ട് ഓഫ് ദ പ്ലാന്റ്സ് ഇൻ ദ പിക്ചർ ഗീവ് റൈസ് ടു ന്യൂ പ്ലാന്റ്സ്? ഇവിടെ തന്നിട്ടുള്ളതിൽ ഏതൊക്കെ ഭാഗങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ന്യൂ പ്ലാന്റ്സ് ഉണ്ടാക്കാറ്? അല്ലേ, നമ്മളിവിടെ സീഡ്സ് ഉപയോഗിക്കാറുണ്ട്, സ്റ്റെം ഉപയോഗിക്കാറുണ്ട്, റൂട്ട്, ലീഫ്, അല്ലെ, ഇലമുളച്ചിയൊക്കെ നമ്മൾ ലീഫ് ഉപയോഗിച്ചുകൊണ്ടാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ അവിടെ സീഡ്, സ്റ്റെം, റൂട്ട്, ലീഫ് ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പുതിയ ന്യൂ പ്ലാന്റ് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. വിച്ച് ഇസ് ദ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ ആൻഡ് കളക്ട് ഇൻഫോർമേഷൻ? നിങ്ങളുടെ അടുത്ത് ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ പോയിട്ട് സന്ദർശിച്ചിട്ട് അവിടെ നിന്നും ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഗ്രോ പ്ലാന്റ്സ് അതർ പ്ലാന്റ് ഫ്രം സീഡ് ഇൻ ദ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ ആൻഡ് റെക്കോർഡ് ദ ഇൻഫറൻസ്. എന്തൊക്കെയാണ്? വിത്തില്ലാതെ തന്നെ ജൈവ വൈവിധ്യ ഉദ്യാനത്തിൽ നിന്ന് സസ്യങ്ങൾ നോക്കി നിങ്ങൾക്ക് എന്തൊക്കെയാണ് മനസ്സിലാകുന്നത്? വിത്തില്ലാതെ ഏതൊക്കെ സസ്യങ്ങളാണ് ഉണ്ടാക്കാൻ പറ്റുന്നത്, ഏതൊക്കെ സസ്യത്തിൻ്റെ സ്റ്റെം ഉപയോഗിക്കാൻ പറ്റും, ഏതൊക്കെ റൂട്ട് ഉപയോഗിക്കാൻ പറ്റും, ഏതൊക്കെ സസ്യത്തിൻ്റെ ലീഫ് ഉപയോഗിക്കാൻ പറ്റും എന്നൊക്കെ നിങ്ങളുടെ അടുത്തൊന്ന് ഫൈൻഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സീഡ്സ് ഇൻ മെനി പ്ലേസസ്, വിത്തുകൾ പലയിടങ്ങളിൽ ഉണ്ടായിരിക്കാം. സീഡ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ മലബാർ പ്ലം അഥവാ ഞാവൽ ട്രീ ആൻഡ് ദ ബേർഡ്. ഒരു ഞാവൽ ട്രീയും ഒരു ബേർഡും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് ഇവിടെ തന്നിട്ടുള്ളത്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ട്രീ പറയാണ്, വൈ ആർ യു ഈറ്റിംഗ് മൈ ഫ്രൂട്ട്? നീ എന്തിനാണ് എൻ്റെ പഴം കഴിക്കുന്നത്? അപ്പോൾ ബേർഡ് എന്താ പറയുന്നത്? ഐ ആം നോട്ട് ഓൺലി ഈറ്റിംഗ് യുവർ ഫ്രൂട്ട്, ഐ ആം സാറ്റിസ്ഫൈങ് ബൈ മൈ ഹങ്കർ, ഐ ആം ഓൾസോ ക്യാരിങ് ദ സീഡ്സ് ടു മെനി പ്ലേസസ്. എന്താണ്? നിന്റെ പഴം കഴിക്കുന്നത് എൻ്റെ വിശപ്പടക്കാൻ വേണ്ടിയിട്ടാണ്, മാത്രമല്ല ഞാൻ ഈ വിത്ത് കൊണ്ടുപോയിട്ട് പല സ്ഥലങ്ങളിലും ഇടുകയും ചെയ്യുന്നുണ്ട്. ട്രീ പറയാണ്, ഈവൻ ഇഫ് യു ആർ നോട്ട് ദർ വിൽ മൈ സീഡ് നോട്ട് ഫോൾ ഡൗൺ ആൻഡ് ജെർമിനേറ്റ്. നീ ഇല്ല എങ്കിൽ എൻ്റെ വിത്തൊന്നും താഴെ വീഴില്ല, അത് ജെർമിനേറ്റ് ചെയ്യുകയും ചെയ്യില്ല. ബേർഡ് പറയാണ്, ഡു യു ഹാവ് ഇനഫ് സ്പേസ് ഫോർ സോ മെനി സീഡ്സ് ടു ഗ്രോ അണ്ടർ യു? എന്താണ്? ഇത്രയധികം വിത്തുകൾ നിന്റെ ചുവട്ടിൽ വീണ് കഴിഞ്ഞാൽ അതൊക്കെ ഉണ്ടാവാനുള്ള ഒരു സ്ഥലം ഇവിടെ ഉണ്ടെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതിനൊക്കെ സ്ഥലം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. സ്ഥലം ഉണ്ടാവോ? ഇല്ല. കാരണം എന്താണ്? അതിൻ്റെ ചുറ്റും അത് ഒരു നിശ്ചിത ബൗണ്ടറി മാത്രമേ ഉണ്ടായിരിക്കൂ, അല്ലേ? അവിടെ ഒരുപാട് സീഡ്സ് വളർന്നു കഴിഞ്ഞാൽ അതിനൊന്നും ഗ്രോ ചെയ്യാനുള്ള സ്പേസ് അവിടെ ഉണ്ടായിരിക്കില്ല. വാട്ട് ക്രിയേറ്റേഴ്സ് ഡു യു നോ ദാറ്റ് ട്രാൻസ്പോർട്ട് പ്ലാന്റ് സീഡ് ടു ഡിഫറെൻറ്റ് പ്ലേസസ് ലൈക്ക് ദീസ്? ഇതുപോലെ സസ്യത്തിലെ വിത്തുകൾ പല സ്ഥലങ്ങളിലും എത്തിക്കുന്ന ഒരുപാട് ജീവികളെ നിങ്ങൾക്കറിയാവും. അത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? സ്ക്യൂരൽ ഇവിടെ തന്നിട്ടുണ്ട്. പിന്നെ എന്തൊക്കെ എഴുതാം? ബേർഡ്സ്, അല്ലേ? ബേർഡ്സ്, എനിമൽസ്, ഇതൊക്കെ ഇതേപോലെ ഈ വിത്തൊക്കെ പലയിടങ്ങളിലും എത്തിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവിടെ ബേർഡ്സ്, ആനിമൽസ് എന്ന് നിങ്ങൾക്ക് എഴുതി കൊടുക്കാം. വാട്ട് ഈസ് ദ റോൾ ഓഫ് ഹ്യൂമൻസ് ഇൻ ഡെലിവർ സീഡ്സ് ഇറ്റ് ടു ഡിഫറെൻറ്റ് പ്ലേസസ്? വിത്ത് പല സ്ഥലങ്ങളിൽ എത്തിക്കുന്നതിൽ മനുഷ്യനുള്ള പങ്ക് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ജീവികൾ മാത്രമാണോ വിത്ത് വിതരണം നടത്തുന്നത്? അല്ല, ജീവികൾ മാത്രമല്ല, അതല്ലാതെയും കാറ്റിലൂടെയും പോകുന്ന ഒരുപാടുണ്ട്, വെള്ളത്തിലൂടെ ഒഴുകി പോകുന്നതുണ്ട്, അല്ലേ? അപ്പോൾ മനുഷ്യനും ഒരുപാട് വിത്തുകൾ പലയിടങ്ങളിൽ കൊണ്ടുപോയി കുഴിച്ചിടുന്നുണ്ട്. അതും മനുഷ്യൻ്റെ ഒരു റോളാണ്. ഇനി ഇവിടെ നോക്കൂ. സീഡ് ഡിസ്പേഴ്സൽ ഈസ് ദ പ്രോസസ് ഇൻ വിച്ച് സീഡ്സ് ഫ്രം ദ മദർ പ്ലാന്റ് റീച്ച് ഡിഫറെൻറ്റ് ലൊക്കേഷൻസ്. മാതൃസസ്യത്തിൽ നിന്നും പല സ്ഥലങ്ങളിലേക്ക് വിത്തുകൾ എത്തപ്പെടുന്നതാണ് വിത്ത് വിതരണം അഥവാ സീഡ് ഡിസ്പേഴ്സൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മാതൃസസ്യത്തിന് സസ്യമല്ലാതെ ഒരുപാട് സംഭവങ്ങളിലൂടെ, ഇപ്പോൾ ബേർഡ്സ്, എനിമൽസ്, അതുപോലെ തന്നെ ഹ്യൂമൻ ബീയിങ്സ്, വിൻഡ്, വാട്ടർ, ഇതിലൂടെയൊക്കെ ഈ സീഡ്സ് പലയിടങ്ങളിലേക്കായി എത്തുന്നുണ്ട്. ഇവരെയൊക്കെ നമുക്ക് സീഡ് ഡിസ്പേഴ്സൽ ചെയ്യുന്ന ആളുകളായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ തിങ്സ് ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. നെക്സ്റ്റ്, വൈ സീഡ് ഡിസ്ട്രിബ്യൂഷൻ? വിത്ത് വിതരണം എന്തിനാണ് ഇങ്ങനെ വിത്ത് വിതരണം നടത്തുന്നത്?
If all the seeds of a plant fall and germinate at the base of the plant, they will not get the soil, water, sunlight, and the minerals they need to grow. So the seeds have to disperse to many places. എന്താണ്, ഒരു സസ്യത്തിന്റെ വിത്തുകളെല്ലാം അതിന്റെ ചുവട്ടിൽ തന്നെ വീണ് മുളക്കുകയാണെങ്കിൽ അവയ്ക്കെല്ലാം വളരാൻ ആവശ്യമായിട്ടുള്ള മണ്ണ്, ജലം, അതുപോലെ തന്നെ സൂര്യപ്രകാശം, മിനറൽസ് ഇതൊന്നും ലഭിക്കില്ല. അതിനാൽ വിത്തുകൾ പല സ്ഥലങ്ങളിൽ വിതരണം ചെയ്യേണ്ടത് ആവശ്യമാണ്. This is the reason why different plants are not found in one region and one plant is found in different region. ഇതുകൊണ്ടാണ് വിവിധ സസ്യങ്ങൾ ഒരു പ്രദേശത്ത് കാണപ്പെടുന്നതും ഒരു സസ്യം വിവിധ പ്രദേശങ്ങളിൽ കാണപ്പെടുന്നതും. ഇതുപോലെ എന്താണ്, സീഡ് ഡിസ്പേഴ്സൽ നടക്കുന്നത് കൊണ്ടാണ്. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പ്രദേശത്ത് കാണാൻ വേണ്ടി സാധിക്കില്ല. Then adaptation for this seed dispersal. എന്താണ് വിത്ത് വിതരണത്തിന്റെ അഡാപ്റ്റേഷൻ എന്തൊക്കെയാണ്? How does coconut adapt for flowing through water? വെള്ളത്തിലൂടെ ഒഴുകി പോകുന്നതിന് തേങ്ങയുടെ അഡാപ്റ്റേഷൻ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ്? നമുക്കറിയാം, തേങ്ങ എന്ന് പറയുന്നത് ഈവൻ ഇഫ് ഇറ്റ് റിമൈൻസ് ഇൻ വാട്ടർ ഫോർ ഫ്യൂ ഡേയ്സ് ഇറ്റ് വിൽ നോട്ട് റോട്ട്. എന്താണ്, കുറേ ദിവസം ഈ തേങ്ങ വെള്ളത്തിൽ കിടന്നു കഴിഞ്ഞാലും അത് റോട്ടാവില്ല, അഥവാ ചീഞ്ഞു പോവുകയൊന്നുമില്ല. It will float in the water as the husk is filled with air. തൊണ്ടയിൽ വായു നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് വെള്ളത്തിൽ ഈ വെള്ളം എന്താ ഉണ്ടാവുക, അത് പൊങ്ങിക്കിടക്കുകയാണ് ചെയ്യുക. അതൊരിക്കലും വെള്ളത്തിൽ താഴ്ന്നു പോവില്ല. ഓക്കെ, ഇനി അടുത്തത്, വാട്ട് കുഡ് ദ റീസൺ ബിഹൈൻഡ് അപ്പൂപ്പൻ താടി മിൽക്ക് വീഡ് പപ്പൂസ് ഫ്ലൈങ് ഇൻ ദ വിൻഡ്? ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് ഫൈൻഡ് ഔട്ട്. അപ്പൂപ്പൻ താടി കാറ്റിൽ പറക്കാൻ കാരണം എന്താവും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്, അത് ഭയങ്കര വെയ്റ്റ്ലെസ് ആണല്ലേ, അതുകൊണ്ട് തന്നെ അത് കാറ്റിൽ എവിടെ വേണമെങ്കിലും പറന്നു പോകും. വാട്ട് ആർ ദ ഫ്രൂട്ട്സ് അറൗണ്ട് യു ദാറ്റ് എനിമൽ ആൻഡ് ബേർഡ്സ് ഈറ്റ്? വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദീസ് ഫ്രൂട്ട് ഫോർ അട്രാക്റ്റിംഗ് ബേർഡ്സ്? എന്താണ്, ജന്തുക്കളും പക്ഷികളും ആഹാരമാക്കുന്ന ഫലങ്ങൾ ഏതൊക്കെയാണ്? നമ്മുടെ ചുറ്റുപാടുമുള്ള ഏതൊക്കെ ഫലങ്ങളാണ് അവരിങ്ങനെ ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കാറ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒരുപാട് ഫ്രൂട്ട്സ് ഉപയോഗിക്കാറുണ്ട് അല്ലേ, 1-2 ഫ്രൂട്ട്സ് അല്ല, ഒരുപാട് ഫ്രൂട്ട്സ് അവർ ഉപയോഗിക്കാറുണ്ട്. എന്തൊക്കെയാണ് ഈ ഫലങ്ങൾ പക്ഷികളെ ആകർഷിക്കുന്നതിനുള്ള എന്തൊക്കെ കാരണങ്ങളാണുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിന് ഫ്ലഷി പാർട്സ് ആയിരിക്കും അല്ലെ, ഫ്ലഷി പാർട്സ്, അതിന് കഴിക്കാനുള്ള ഫ്ലഷി പാർട്സ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ഫ്രാഗ്രൻസ്, അതിൻ്റെ മണം എന്ന് പറയുന്നതും ഒരു ഘടകമാണ്. അതുപോലെ കളറും ഒരു ഫാക്ടറാണ്. സൈസ്, സ്വീറ്റ്നെസ്, ഇതൊക്കെ ഓരോരോ ഫാക്ടേഴ്സാണ്. Then, have you noticed that some non-edible fruits have parts that help them stick to other things? അഥവാ ഭക്ഷ്യയോഗ്യമല്ലാത്ത ചില ഫലങ്ങൾ മറ്റു വസ്തുക്കളിൽ പറ്റിപ്പിടിച്ചിരിക്കാൻ സഹായിക്കുന്ന ഭാഗങ്ങളാണുള്ളത്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നാണ് ഇവിടെ തന്നിട്ടുള്ളത്. കടലാടി, അതുപോലെ തന്നെ അസ്ത്രപ്പുല്ല്, ഇതൊക്കെ എന്താണ്, മറ്റുള്ളതിനെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഇതിനുണ്ട്. Then, how do these adaptation help in seed dispersal? ഇതൊക്കെ എങ്ങനെയാണ് ഈ ഒരു സീഡ് ഡിസ്പേഴ്സലിന് ഹെൽപ്പ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാണ്? അതിന് ദേ ഹാവ് സ്റ്റിക്കി പ്ലാന്റ് അല്ലേ, സ്റ്റിക്കി പാർട്ട് ഉണ്ട്. അതുപോലെ തന്നെ ആ ഒരു സ്റ്റിക്കി പാർട്ട് ഉള്ളത് കൊണ്ട് മറ്റുള്ള സീഡ് വരുമ്പോൾ അതിനെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു അഡാപ്റ്റേഷൻ അവരുടെ കയ്യിലുണ്ട്. വാട്ട് പ്ലാന്റ്സ് ഡു യു നോ ദാറ്റ് ബർസ്റ്റ് ആൻഡ് റിലീസ് സീഡ് വെൻ ദേ റൈപ്പൻ? അതുപോലെ തന്നെ എന്താണ്, പാകമാകുമ്പോൾ ഇതുപോലെ പൊട്ടിത്തെറിച്ച് വിത്ത് വിതരണം ചെയ്യുന്ന ഏതെല്ലാം സസ്യങ്ങളെ നിങ്ങൾക്കറിയാമെന്ന് ചോദിച്ചിട്ടുണ്ട്. റബ്ബർ, അതുപോലെ ലേഡീസ് ഫിംഗർ, ബാൾസാം, ഇതൊക്കെ ഇത്തരത്തിലുള്ള പ്ലാന്റ്സ് ആണ്. ഓക്കെ, റബ്ബർ, ലേഡീസ് ഫിംഗർ, ബാൾസാം എന്നതൊക്കെ. Then next നോക്കൂ, observe your surroundings and find out the methods of seed dispersal in different plants and write them down. താഴെ തന്നിട്ടുള്ളതൊന്ന് നോക്കിയിട്ട് നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ഓരോരോ സാധനങ്ങളും ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള സീഡ് ഡിസ്പേഴ്സൽ ആയിരിക്കും ഉണ്ടായിരിക്കുക. അതൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. ഒന്നിവിടെ തന്നിട്ടുണ്ട് ത്രൂ വിൻഡ്, വിൻഡിലൂടെയുള്ളത് ഏതൊക്കെയാണ്? ഇവിടെ തന്നിട്ടുണ്ട് മിൽക്ക് വീഡ് പപ്പൂസ്, അഥവാ എന്താണ് നമ്മുടെ എന്താ പറയുന്നത്, അപ്പൂപ്പൻ താടി അല്ലെ, അപ്പൂപ്പൻ താടി എന്ന് പറയുന്നത്. ഇനി ലേഡീസ് ഫിംഗർ നമ്മൾ പറഞ്ഞു എങ്ങനെയാണ്, ത്രൂ ബേഴ്സ്റ്റിംഗ്, അതിങ്ങനെ പൊട്ടിത്തെറിച്ചിട്ടാണ്. അപ്പോൾ അതിന് ത്രൂ ബേഴ്സ്റ്റിംഗ് എന്നാണ് എഴുതി കൊടുക്കുക. ലേഡീസ് ഫിംഗർ മാത്രമാണോ? അല്ല, റബ്ബർ, പാൾസാം എന്നൊക്കെ ഇത്തരം പ്ലാന്റ്സ് ആണ്. ഇനി അടുത്തത് കോക്കനറ്റ് ത്രൂ വാട്ടർ ആണ്. കോക്കനറ്റ് മാത്രമല്ല, ലോട്ടസ്, വാട്ടർ ലില്ലി, ഇതൊക്കെ ത്രൂ വാട്ടർ ആണ്. ഇനി അടുത്തത് എനിമൽസ് ആൻഡ് പ്ലാന്റ്സ് എന്ന് കൊടുക്കാം. ഓക്കെ, അതിൽ നമുക്ക് ഗുവാവ തന്നിട്ടുണ്ട്, അതുപോലെ റംബൂട്ടാന്, മാംഗോ എന്നൊക്കെ നമുക്ക് അവിടെ എഴുതി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സീഡ് ഡിസ്പേഴ്സലിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഇത്തരത്തിലൊക്കെയാണ് സാധാരണ സീഡ് ഡിസ്പേഴ്സൽ നടക്കാറുള്ളത്. ഇനി വാട്ട് ആർ ദ അതർ യൂസസ് ഓഫ് സീഡ്സിൻ്റെ മറ്റു യൂസസ് എന്തൊക്കെയാണ്? നമുക്ക് ക്രാഫ്റ്റ് അല്ലേ, ക്രാഫ്റ്റിന്
ഫുഡ് ആൻഡ് ന്യൂട്രിയൻസ് ആണ്. ഓയിൽ എക്സ്ട്രാക്ഷൻ, ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ സീഡ്സ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അവിടെ എഴുതേണ്ടത് ക്രാഫ്റ്റ്, ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ ആൻഡ് ഓയിൽ എക്സ്ട്രാക്ഷൻ. ഓക്കെ, ദെൻ വാട്ട് സീഡ് ക്രാഫ്റ്റ് ഡു യു നോ? ഏതൊക്കെ സീഡ്സ് ആണ് നമ്മൾ ഇതുപോലെ കരകൗശലങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുള്ളത്? ഏതൊക്കെ ഉപയോഗിക്കാറുണ്ട്? ഒരുപാട് ഉപയോഗിക്കാറുണ്ട് അല്ലേ? മസ്റ്റാർഡ്, അതുപോലെ തന്നെ ഇവിടെ പിക്ചർ നോക്കൂ, പംകിൻ സീഡ്, മസ്റ്റാർഡ്, കോണ് എന്നിവയൊക്കെ നമ്മൾ ഇതുപോലെ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ദെൻ മേക്ക് വേരിയസ് ഹാൻഡിക്രാഫ്റ്റ് യൂസിങ് സീഡ്സ് ആൻഡ് ഡിസ്പ്ലേ ദം ഇൻ ദ ക്ലാസ്. നിങ്ങളുടെ അടുത്ത് ഇതുപോലെ വിത്ത് ഉപയോഗിച്ചുകൊണ്ടുള്ള കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കിയിട്ട് ക്ലാസ്സിൽ ക്ലാസ്സിൽ ഡിസ്പ്ലേ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് വെറൈറ്റി ഇൻ ലീവ്സ്. ലീവ്സിന്റെ കാര്യത്തിലേക്കാണ് ലീവ്സിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരിക്കും. ഇവിടെ നോക്കൂ, 2 ലീവ്സും 2 വ്യത്യസ്ത തരത്തിലാണുള്ളത് അല്ലേ? രണ്ടും ഒരേപോലെയാണോ? അല്ല. വാട്ട് ഈസ് ദ റിമൈനിങ് ഇൻ ദീസ് ലീവ്സ് ദാറ്റ് ഹാവ് ലോസ്റ്റ് ദയർ ഗ്രീൻ പാർട്ട്? പച്ചപ്പുള്ള ഭാഗങ്ങളിൽ നഷ്ടപ്പെട്ട ഈ ഇലയിൽ അവശേഷിക്കുന്നത് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് അവശേഷിക്കുന്നത്? അതിന്റെ ഓരോ അതിന്റെ ഓരോ നാരുകൾ മാത്രമാണ് അവിടെ അവശേഷിക്കുന്നത് അല്ലേ? Then it is through these parts water is brought to the leaf and food is taken from the leaf. എന്താണ്? ഇലയിലേക്ക് ജലം എത്തിക്കുന്നതും ഇലയിൽ നിന്ന് ആഹാരം കൊണ്ടുപോകുന്നതും ഈ ഭാഗങ്ങൾ വഴിയാണ്. ഈ ഓരോ ഫൈബർ റൂട്ട് വഴിയാണ് ഓരോ ആഹാരവും അവിടെ എത്തുന്നത്. അതുപോലെ തന്നെ ദീസ് ആർ ദ വെയിൻസ് ഓഫ് ദ ലീവ്സ്. ഇതിനെയാണ് വെയിൻസ് ഓഫ് ദ ലീഫ് എന്ന് പറയുന്നത്. ആർ ദ വെയിൻസ് അറേഞ്ച്ഡ് ഇൻ ദ സെയിം വേ ഇൻ ബോത്ത് ദ ലീവ്സ്? 2 ലീവ്സിനും ഒരേപോലെയാണോ വെയിൻസ് ഉള്ളത്? അല്ല, രണ്ടിലും 2 വ്യത്യസ്ത രീതിയിലാണ് ഉള്ളത്. Then look at the first picture. You can see in the middle of the leaf a remain vein extending from the knot on to the tip. ഫസ്റ്റുള്ള പിക്ചറിൽ, ഫസ്റ്റുള്ള ലീഫിൽ നിങ്ങൾ നോക്കൂ, അതിനൊരു മെയിൻ വെയിൻ ഉണ്ടല്ലേ? അതിൽ നിന്നാണ് സബോർഡിനേറ്റ് ആയിട്ടുള്ള ഓരോ വെയിൻസും പോകുന്നത്. മെനി സ്മോൾ ബ്രാഞ്ചസ് ദാറ്റ് കം ഔട്ട് ഫ്രം ഇറ്റ് ആർ കണക്റ്റഡ് ടു ഈച്ച് അതർ ലൈക്ക് ദ ലിങ്ക്സ് ഓഫ് എ നെറ്റ്. ഒരു നെറ്റിന്റെ പോലെ ഇതിലെ ഓരോന്നും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റ് ആയിട്ട് പോകുന്നതായിട്ടും കാണാം. ദിസ് ഈസ് റെറ്റിക്കുലർ വെനേഷൻ. ഇതിനെയാണ് നമ്മൾ റെറ്റിക്കുലേറ്റ് വെനേഷൻ എന്ന് പറയുക. ഇൻ ദ സെക്കൻഡ് പിക്ചർ ഡിഡ് യു സീ ദാറ്റ് ഓൾ ദ veins in the leaf start from the node of the leaf and reach the tip in parallel without touching each other. This is parallel venation. ഇനി രണ്ടാമത്തേതിൽ പറയുന്നത് ഓരോ വെയിൻസും ഒരു നിശ്ചിത പോയിന്റിൽ നിന്നാണ് ഓരോ വെയിൻസും പോകുന്നത് അല്ലെ? അതെന്താണ്? ഇത്തരത്തിലുള്ളതിനെയാണ് നമ്മൾ പാരലൽ വെനേഷൻ എന്ന് പറയുക. ഒബ്സർവ് ദ സറൗണ്ടിങ്സ് ആൻഡ് ഫൈൻഡ് ലീവ്സ് വിത്ത് ദീസ് കൈൻഡ് ഓഫ് വെനേഷൻ ആൻഡ് റൈറ്റ് ദ നെയിം ഓഫ് ദ പ്ലാന്റ്. ഇത്തരത്തിലുള്ള പാരലൽ വെനേഷനും അതുപോലെ തന്നെ മറ്റേതാണ് റെറ്റിക്കുലർ വെനേഷനും ഉള്ള പ്ലാന്റ്സിനെ കണ്ടെത്തിയിട്ട് ഏതൊക്കെയാണെന്ന് പേരെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇത് നോക്കൂ, ഇവിടെ റെറ്റിക്കുലേറ്റ് വെനേഷൻ, ജാക്ക് ഫ്രൂട്ട് ട്രീ അല്ലെ? പിന്നെ ഏതൊക്കെയാണുള്ളത്? പപ്പായ, ഹിബിസ്കസ്, തുളസി, റോസ്. ഇതൊക്കെ ഇതേ സെയിം ഉള്ള റെറ്റിക്കുലേറ്റ് വെനേഷന് എക്സാമ്പിൾ ആണ്. ഇനി പാരലൽ വെനേഷൻ ഉള്ളത് ഇവിടെ തന്നിട്ടുണ്ട്. ഒന്ന് ബാംബു, പിന്നെ ഗ്രെയിൻസ്, ബനാന, ഗ്രാസ്. ഇതൊക്കെ പാരലൽ വെനേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ലീവ്സ് ഒക്കെ നിങ്ങളുടെ സറൗണ്ടിങ്സിൽ ഉണ്ടായിരിക്കും. നിങ്ങൾ അതൊക്കെ ഒന്ന് കളക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. Then, is there any relationship between the venation of leaves and the structure of their roots? ഈ റൂട്ടിലുള്ള വെനേഷനും അതുപോലെ തന്നെ നമ്മുടെ റൂട്ടും തമ്മിൽ അല്ലെ, റൂട്ടിൻ്റെയും ലീഫിൻ്റെയും ഈ ഒരു രണ്ടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അടുത്തത് റൂട്ടിലേക്ക് നോക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് ബന്ധം എന്നുള്ളത്. എക്സാമൈൻ ആൻഡ് ഡ്രോ ദ പിക്ചേഴ്സ് ഓഫ് ദ റൂട്ട്സ് ഓഫ് എ പ്ലാന്റ് വിത്ത് റെറ്റിക്കുലേറ്റ് വെനേഷൻ ആൻഡ് പ്ലാന്റ് വിത്ത് പാരലൽ വെനേഷൻ. എന്താണ്? ഇതുപോലെ തന്നെ പാരലൽ വെനേഷനും റെറ്റിക്കുലേറ്റ് വെനേഷനുമുള്ള ചെടിയുടെ വേര് പരിശോധിച്ചിട്ട് അതിൻ്റെ ചിത്രം വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. കമ്പയർ ദ പിക്ചർ യു ഡ്രൂ വിത്ത് ദ പിക്ചേഴ്സ് ബിലോ. നിങ്ങൾ വരച്ച ചിത്രങ്ങളും താഴെ കൊടുത്ത ചിത്രങ്ങളും തമ്മിലൊന്ന് താരതമ്യം ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ്. ഇവിടെ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്, നിങ്ങളെടുത്ത് അതൊന്ന് നോക്കാനാണ് പറയുന്നത്. വാട്ട് ഈസ് സ്പെഷ്യൽ അബൌട്ട് ദ റൂട്ട് ഓഫ് ദ ജാക്ക് ഫ്രൂട്ട്? ഇവിടെ ഈ ജാക്ക് ഫ്രൂട്ടിന്റെ റൂട്ടിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അല്ലെ? എന്താണ്? അത് സെയിം ഒരേ രീതിയിൽ വന്നിട്ട് അതിൽ നിന്നും ബ്രാഞ്ചസ് ആയിട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് അല്ലെ? How is the root of the grass plant different from the root of the jackfruit tree? Jackfruit treeയും അതുപോലെ തന്നെ ഗ്രാസ് പ്ലാന്റിന്റെ റൂട്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഇവിടെ ഗ്രാസ് പ്ലാന്റ് എന്ന് പറയുന്നത് ഒരു പോയിന്റിൽ നിന്നും കുറേ വന്നിരിക്കുകയാണ് അല്ലെ? പക്ഷെ ജാക്ക് ഫ്രൂട്ട് എന്ന് പറയുന്നത് ഒരു വലിയ ബ്രാഞ്ച് വന്നിട്ട് അതിൽ നിന്നും സബ് ബ്രാഞ്ചസ് ആയിട്ട് പോയിരിക്കുകയാണ്. Don't you see a large root growing down from the stem in the root system of the jackfruit tree? എന്താണ്? ഇവിടെ ജാക്ക് ഫ്രൂട്ട് ട്രീയുടെ വേര് എന്ന് പറയുന്നത് അതിന്റെ ഒരു
റൂട്ടിൽ നിന്നും താഴേക്ക് വളർന്നിരിക്കുന്ന വലിപ്പം കൂടിയ ഒരു വേരാണ് കാണുന്നത്. ദിസ് റൂട്ട് ഈസ് എ ടാപ്പ് റൂട്ട്. ഇതിനെയാണ് നമ്മൾ ടാപ്പ് റൂട്ട് എന്ന് പറയാം. ദ അതർ സ്മോൾ റൂട്ട്സ് ആർ ഗ്രോയിങ് ഫ്രം ദിസ് റൂട്ട് ആർ ഇൻ ദേ. എന്താണ് ഇതിനെ നമ്മൾ ടാപ്പ് റൂട്ട് എന്ന് പറയുന്നു. ഈ വേരിൽ നിന്നല്ലേ മറ്റു വേരുകളൊക്കെ വളർന്നിരിക്കുന്നത് അല്ലേ? ശരിയാണല്ലേ? ആ വേരിൽ നിന്നാണ്, ആ ഒരു മെയിൻ വേരിൽ നിന്നാണ്, മെയിൻ റൂട്ടിൽ നിന്നാണ് മറ്റുള്ള സബായിട്ടുള്ള മറ്റുള്ള ചെറിയ ചെറിയ ബ്രാഞ്ചസ് ആയിട്ട് റൂട്ട് പോയിരിക്കുന്നത്. ദെൻ ഈസ് ദർ എ ലാർജ് മെയിൻ റൂട്ട് ഇൻ ദ റൂട്ട് സിസ്റ്റം ഓഫ് എ ഗ്രാസ് പ്ലാന്റ്. പക്ഷെ ഗ്രാസ് പ്ലാന്റ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു മെയിൻ റൂട്ട് അവിടെ ഇല്ല അല്ലേ? അവിടെ എല്ലാം ഒരു റൂട്ടായിട്ടാണ് വന്നിരിക്കുന്നത്, എല്ലാം മെയിൻ റൂട്ടാണ്, അവിടെ സബ് റൂട്ടായിട്ടൊന്നും കാണുന്നില്ല. എ ടാപ്പ് റൂട്ട് സിസ്റ്റം ഈസ് എ റൂട്ട് സിസ്റ്റം കൺസിസ്റ്റിംഗ് ഓഫ് എ ടാപ്പ് റൂട്ട് ഗ്രോയിങ് ഡൗൺവേർഡ്സ് ഫ്രം ദ ബേസ് ഓഫ് ദ സ്റ്റെം ആൻഡ് ബ്രാഞ്ചിങ് റൂട്ട്സ് ഗ്രോയിങ് ഫ്രം ഇറ്റ്. അഥവാ നമ്മുടെ സ്റ്റെമ്മിൽ നിന്ന് താഴോട്ട് വരുന്ന ഒരു തായ് വേരും അതിൽ നിന്ന് വളരുന്ന ശാഖാവേരുകളും സബായിട്ടുള്ള വേരുകളും ചേർന്ന് കാണപ്പെടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് പറയുക. ഓക്കെ, ദെൻ യു ക്യാൻ സീ ദ ടാപ്പ് റൂട്ട് സിസ്റ്റം ഇൻ മാംഗോ ട്രീസ് ആൻഡ് ജാക്ക് ഫ്രൂട്ട് ട്രീസ്. ഇതുപോലെ ജാക്ക് ഫ്രൂട്ട് മാത്രമല്ല, മാംഗോ ട്രീ എന്ന് പറയുന്നതും ഇതേപോലെ തന്നെയാണ്. ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ഈസ് വൺ ഇൻ വിച്ച് many fiber-like roots grow from the base of the stem. Plants belonging to the grass family have a fibrous root system. എന്താണ് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത്? നമ്മുടെ സ്റ്റെമ്മിൽ വളർന്ന് ചുറ്റും ഇങ്ങനെ ഒരേപോലെ ധാരാളം വേരുകൾ കാണുന്നതിനെയാണ് നമ്മൾ ഫൈബ്രസ് റൂട്ട് എന്ന് പറയുന്നത്. ഇപ്പൊ പുല്ലൊക്കെ ഇത്തരത്തിലുള്ള ഫൈബ്രസ് റൂട്ടിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ദെൻ examine the leaf of the plants in your surroundings and list the venation and the root system. നിങ്ങളുടെ ചുറ്റുപാടുമുള്ള കുറച്ച് പ്ലാന്റ്സിനെ നോക്കുക, എന്നിട്ട് അതിൻ്റെ വെനേഷനും റൂട്ട് സിസ്റ്റവും എങ്ങനെയാണെന്ന് നോക്കുക. ഫസ്റ്റ് ഇവിടെ തന്നിട്ടുള്ളത് ഗ്രീൻ ഗ്രാം ആണ്. ഓക്കെ, അപ്പോൾ ഗ്രീൻ ഗ്രാമിൻ്റെ വെനേഷൻ എങ്ങനെയാണ്, അതിൻ്റെ റൂട്ട് സിസ്റ്റം എങ്ങനെയാണ് നമ്മൾ നോക്കണം. ഇവിടെ ഗ്രീൻ ഗ്രാമിൻ്റെ വെനേഷൻ എന്ന് പറയുന്നത് റെറ്റിക്കുലേറ്റ് ആണ്, റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത് ടാപ്പ് റൂട്ട് ആണ്. ഗ്രാസിൻ്റെ പാരലൽ വെനേഷൻ ആണ്, അതിൻ്റെ റൂട്ട് സിസ്റ്റം ഫൈബ്രസ് റൂട്ടാണ്. ഇനി ജാക്ക് ഫ്രൂട്ടിൻ്റെ റെറ്റിക്കുലേറ്റ് ആണ്, റൂട്ട് എന്ന് പറയുന്നത് ടാപ്പ് റൂട്ടാണ്. ഇനി കോക്കനറ്റിൻ്റെ പാരലൽ ആണ്, റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത് ഫൈബ്രസ് റൂട്ടാണ്. ഓക്കെ, ദെൻ ഫൈൻഡ് ഔട്ട് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വെനേഷൻ ആൻഡ് റൂട്ട് സിസ്റ്റം. വെനേഷനും റൂട്ട് സിസ്റ്റവും തമ്മിലുള്ള ആ ഒരു റിലേഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കിയോ എന്നാണ് ചോദിക്കുന്നത്. എന്താണ് നമുക്ക് മനസ്സിലായി? റെറ്റിക്കുലേറ്റ് ഉള്ളതിന് ടാപ്പ് റൂട്ടും അതുപോലെ തന്നെ പാരലൽ ആയതിന് ഫൈബ്രസ് റൂട്ടുമാണ് നമുക്ക് മനസ്സിലായി അല്ലേ? ഇനി അതർ ടൈപ്സ് ഓഫ് റൂട്ടാണ്. ഓൾദോ റൂട്ട്സ് ആർ യൂഷ്വലി ഗ്രോൺ ഫ്രം ദ റാഡിക്കിൾ, സം റൂട്ട് ആർ ഫൗണ്ട് ഫ്രം സ്റ്റെം, ബ്രാഞ്ചസ് എക്സെട്ര. സാധാരണയായിട്ട് ചിലത് ഈ റാഡിക്കിൾ നിന്നും വളർന്ന് ഇതുപോലെ റൂട്ടായിട്ട് മാറുന്നതായിട്ട് കാണുന്നുണ്ട്. തണ്ടിൽ നിന്നും ശിഖരങ്ങളിൽ നിന്നും ചില വേരുകളും ഉണ്ടാകുന്നതായിട്ടും കാണാറുണ്ട്. ദേ ആർ പ്രോപ്പ് റൂട്ട്. അതിനെയാണ് നമ്മൾ പ്രോപ്പ് റൂട്ട് അല്ലെങ്കിൽ സ്റ്റിൽറ്റ് റൂട്ട് ആൻഡ് ഗ്ലിങ്കിങ് റൂട്ട് എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള റൂട്ടൊക്കെ നമ്മുടെ അടുത്ത് ഉണ്ട്. ഈ ഒരു ടാപ്പ് റൂട്ടും അതുപോലെ ഫൈബ്രസ് റൂട്ടും മാത്രമല്ല. ദ ടിപ്സ് ഓഫ് ദീസ് റൂട്ട് റൈസ് ഫ്രം ദ സോയിൽ ഇൻ ടു ദ അറ്റ്മോസ്ഫിയർ. ഇതെന്താണ്? ഈ വേരിന്റെ അഗ്രഭാഗം മണ്ണിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു നിൽക്കുന്നതായിട്ട് കാണാം. ദേ ആർ നോൺ ആസ് ബ്രീത്തിങ് റൂട്ട് ആസ് ദേ ഹെൽപ്പ് ഇൻ ദ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ്. എന്താണ്? വാതക വിനിമയത്തിന് സഹായിക്കുന്നതുകൊണ്ട് ഈ ശ്വസന വേരുകളെ, ഇതിനെ നമ്മൾ എന്താണ് ശ്വസന വേരുകൾ അല്ലെങ്കിൽ എന്താണ് പറയുന്നത്? എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. ബ്രീത്തിങ് റൂട്ട് എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, ദെൻ ഇവിടെ പ്രോപ്പ് റൂട്ടിന് എക്സാമ്പിൾ, സ്റ്റിൽ റൂട്ട് എക്സാമ്പിൾ, അതുപോലെ തന്നെ ക്ലിങ്കിങ് റൂട്ട്, അതുപോലെ തന്നെ ഫ്നുബാറ്റ്രോട്സ്, ഇതിനൊക്കെ എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഇത്തരത്തിലുള്ള റൂട്ടുകൾ നമ്മുടെ പ്രദേശത്ത് ഉണ്ടെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുക. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് മോണോകോട്ട് പ്ലാന്റ്സ് ആൻഡ് ഡൈക്കോട്ട് പ്ലാന്റ്സിനെ കുറിച്ചിട്ടാണ്. അഥവാ ഏകബീജപത്ര സസ്യങ്ങളും ദ്വിബീജപത്ര സസ്യങ്ങളും ഏതൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ നമുക്ക് കുറച്ച് പിക്ചർ തന്നിട്ട് ഇതൊന്ന് ഒബ്സർവ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? ഒരു കോക്കനറ്റ് അല്ലേ? കോക്കനറ്റ് ആണ് അവിടെ തന്നിട്ടുള്ളത്. ഫസ്റ്റ് കോക്കനറ്റ് തന്നു, പിന്നെ കോക്കനറ്റ് ജസ്റ്റ് ഒന്നും കൂടെ വലുതായിട്ടുള്ളത് തന്നിട്ടുണ്ട്. അതുപോലെ അത് പ്ലാന്റ് ആയിട്ട് അതിൻ്റെ ലീഫും ആണ് തന്നിട്ടുള്ളത്. ഇനി താഴെ നോക്കൂ, ഇവിടെ തന്നിട്ടുള്ളത് ജാക്ക് ഫ്രൂട്ട് ആണ്. ആ ജാക്ക് ഫ്രൂട്ടിൻ്റെ ഓരോ സ്റ്റേജസുമാണ് തന്നിട്ടുള്ളത്, അതിൻ്റെ ലീഫും തന്നിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് പ്ലാന്റ് ഗ്രൂപ്പ് 1ൻ്റെയും ഗ്രൂപ്പ് 2ൻ്റെയും റൂട്ട് എങ്ങനെയാണ്, സ്റ്റെം എങ്ങനെയാണ്, ലീഫ് എങ്ങനെയാണ്, നമ്പർ ഓഫ് കോട്ടിലിഡൻസ് എത്രയാണെന്നാണ് നോക്കേണ്ടത്. അവിടെ പ്ലാന്റ് 1 ഗ്രൂപ്പ് 1 എന്ന് പറയുന്നത് ഏതാണ്? കോക്കനറ്റ് ആണ്, അതവിടെ ഫൈബ്രസ് ആണ്. ഓക്കെ, അതിൻ്റെ സ്റ്റെം എന്ന് പറയുന്നത് അൺബ്രാഞ്ച്ഡ് ആണ്, അതിൻ്റെ ലീഫ് എന്ന് പറയുന്നത് പാരലൽ ആണ്, ദെൻ കോട്ടിലിഡൻ എന്ന് പറയുന്നത് 1 ആണ്. ഇനി അടുത്തത് നമ്മുടെ സെക്കൻഡ് ഗ്രൂപ്പ് 2 എന്ന് പറയുന്നത് ജാക്ക് ഫ്രൂട്ട് ആയിരുന്നു അല്ലേ? അതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് ടാപ്പ് റൂട്ട് ആണ്, സ്റ്റെം എന്ന് പറയുന്നത് ബ്രാഞ്ച്ഡ് ആണ്, ലീഫ് എന്ന് പറയുന്നത് റെറ്റിക്കുലേറ്റ് ആണ്, അതിൻ്റെ കോട്ടിലിഡൻ എന്ന് പറയുന്നത് 2 എണ്ണമാണ്. ഓക്കെ, ദെൻ പ്ലാന്റ് ഷോൺ ഇൻ ദ ഫിഗർ 4
4.13 ഹാവ് ഓൺലി വൺ കോട്ട്ലിഡൻ. അഥവാ നമുക്ക് തന്നിട്ടുള്ളതിലെ കോക്കനറ്റ് എന്ന് പറയുന്നത് ഒരു പത്രം അല്ലെ, ഒരു കോട്ട്ലിഡൻ മാത്രം ഉള്ളതാണ്. സച്ച് പ്ലാന്റ്സ് ആർ കോൾഡ് എ മോണോകോട്ട് പ്ലാന്റ്സ്. ഇതിനെയാണ് നമ്മൾ മോണോകോട്ട് പ്ലാന്റ്സ് എന്ന് പറയുക. വാട്ട് ക്യാൻ വി കോഡ് പ്ലാന്റ്സ് ഇൻ ടു കോട്ട്ലിഡൻ? ഇന്ന് രണ്ട് കോട്ട്ലിഡൻ എന്നതിനെ നമ്മൾ എന്താ പറയുക? അതിനെ നമ്മൾ ഡൈക്കോട്ട് എന്ന് പറയുന്നത് അല്ലേ. ഇനി അത് നമുക്ക് നോക്കാം. ഫൈബ്രസ് റൂട്ട്, അൺബ്രാഞ്ച്ഡ് സ്റ്റെം ആൻഡ് ലീഫ് വിത്ത് പാരലൽ വെനേഷൻ ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മോണോപ്ലാന്റ്. ഡൈക്കോട്ട് പ്ലാന്റ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ടാപ്പ് റൂട്ട് ആയിരിക്കും, ലീവ്സ് വിത്ത് റെറ്റിക്കുലേറ്റ് ആയിരിക്കും, അതുപോലെ തന്നെ അലോങ് വിത്ത് ബ്രാഞ്ച്ഡ് സ്റ്റെം ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ ഡൈക്കോട്ട് പ്ലാന്റ്സ് എന്നും പറയുന്നു. We can see some plants in our surroundings which do not show any such relationship between root and leaf. Taro and yam are examples. ഇനി നമ്മൾ പറഞ്ഞു ഇത് നമ്മുടെ ലീഫും അതുപോലെ തന്നെ സ്റ്റെമ്മും തമ്മിലൊക്കെ കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പം നമുക്ക് മനസ്സിലായി അതിൻ്റെ കോട്ട്ലിഡനും എല്ലാം തമ്മിൽ കണക്ഷൻ ഉണ്ടായിരിക്കും. പക്ഷെ ഇതൊന്നുമില്ലാത്ത ചില പ്ലാന്റ്സും നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. അതിന് എക്സാമ്പിളാണ് ടാരോ ആൻഡ് യാം എന്നൊക്കെ പറയുന്നത്. ചേമ്പ്, ചേന എന്നൊക്കെ പറയുന്നത് ഇത്തരത്തിൽ ഉള്ളതാണ്. ഓക്കെ, ഫൈൻഡ് മോർ എക്സാമ്പിൾ. ഇത്തരത്തിലുള്ളതിനെ കുറച്ചുകൂടി എക്സാമ്പിൾസ് നിങ്ങളുടെ അടുത്ത് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സറൗണ്ടിങ്സ് നിങ്ങൾ ഒബ്സർവ് ചെയ്യുക, എന്നിട്ട് എഴുതുക. നെക്സ്റ്റ് നോക്കൂ. ടു പ്രൊട്ടക്ട് ഫ്രം എക്സ്റ്റിൻഷൻ എന്താണ് പറയുന്നത്? കുറ്റിയറ്റു പോവാതെ എന്നാണ് പറയുന്നത്. ചിലത് നശിച്ചു പോകുന്ന സസ്യങ്ങളുണ്ട് അല്ലെ, വംശനാശം നേരിടുന്നതുണ്ട്. അപ്പം അത്തരത്തിലുള്ളതിനെയാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഓഫ് പ്ലാന്റ്സ് യൂസ്ഡ് ടു ബി പ്രസന്റ് ഇൻ മെനി ഏരിയാസ് ആൻഡ് ആർ നൗ ഡിക്രീസിങ് ഇൻ നമ്പേഴ്സ്. നമ്മുടെ പ്രദേശങ്ങളിൽ ചുറ്റുമുള്ള ഒരുപാട് സസ്യങ്ങൾ ഇന്ന് എണ്ണത്തിൽ ഒരുപാട് കുറവാണ് അല്ലേ. അപ്പം എന്താണ് അതിനൊക്കെ കാരണം എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഒന്ന്, ഇന്ത്യൻ പ്രിക്ലി ആഷ് അഥവാ മുള്ളിലം, അതുപോലെ തന്നെ തുമ്പൊക്കെ പണ്ട് കാലത്ത് ഒരുപാട് കാണാറുണ്ട്. നിങ്ങളുടെ വീട്ടിലെ മുതിർന്നവരോട് ചോദിച്ചാൽ മനസ്സിലാകും. തുമ്പൊക്കെ നമ്മുടെ പ്രദേശത്ത് ഒരുപാട് ഉണ്ടായിരുന്ന ഒരു പ്ലാന്റ് ആയിരുന്നു. പക്ഷേ ഇന്ന് എന്താണ് അതിൻ്റെ നമ്പർ എന്ന് പറയുന്നത് വളരെ ലെസ്സാണ്, നമുക്ക് കാണാൻ തന്നെ കഴിയുന്നില്ല എന്ന് തന്നെ പറയാം. വിച്ച് പ്ലാന്റ്സ് ആർ ഇൻ ഡിക്ലൈൻ ഇൻ യുവർ ലൊക്കാലിറ്റി ലൈക്ക് ദിസ്? നിങ്ങളുടെ ലൊക്കാലിറ്റിയിലും ഇതുപോലെ തന്നെ എണ്ണം കുറഞ്ഞു വരുന്ന ഒരുപാട് പ്ലാന്റ്സ് ഉണ്ടായിരിക്കും. അത് ഏതൊക്കെയാണെന്നൊന്ന് ഫൈൻഡ് ചെയ്യുക. മേക്ക് എ ലിസ്റ്റ് ഓഫ് സച്ച് പ്ലാന്റ്സ്. അത്തരത്തിലുള്ള പ്ലാന്റ്സിൻ്റെ ഒരു ലിസ്റ്റ് തന്നെ നിങ്ങൾ ഇന്ന് തയ്യാറാക്കുക. ഏതൊക്കെ പ്ലാന്റ്സ് ആണ് ഇന്ന് ഇതുപോലെ കുറഞ്ഞു വരുന്നത് എന്ന് നിങ്ങളൊന്ന് നോക്കുക. ഓക്കെ, then extinction is the reduction in the population of an organism and their disappearance from the earth. ഈ ജീവികളുടെ എണ്ണത്തിൽ കുറഞ്ഞ് അവ ഭൂമിയിൽ നിന്ന് ഇല്ലാതാകുന്നതാണ് ഇത്തരത്തിലുള്ള ഒരു എക്സ്റ്റിൻഷൻ എന്ന് പറയുന്നത്. മേജർ റീസൺ ഫോർ ദിസ് ഈസ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് ദ നാച്ചുറൽ ഹാബിറ്റ് ഓഫ് ദ ഓർഗാനിസം. ഇതിന്റെ കാരണം എന്ന് പറയുന്നത് എന്താണ്? ജീവികളുടെ സ്വാഭാവിക ആവാസം നശിപ്പിക്കുന്നത് തന്നെയാണ് ഇതിന്റെ കാരണം എന്ന് പറയുന്നത്. ടു സേവ് ഓർഗാനിസംസ് ഫ്രം എക്സ്റ്റിൻഷൻസ് their natural habitats must be protected. എന്താണ്? ഇത്തരത്തിലുള്ള ആവാസ വ്യവസ്ഥകൾ സംരക്ഷിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അല്ല എന്നുണ്ടെങ്കിൽ അത് ഈ ജീവികളുടെ നിലനിൽപ്പിന് തന്നെ കാരണമായിട്ട് മാറും. ഇത്തരം ജീവികൾ, ഇത്തരം പ്ലാന്റ്സ് ഒക്കെ ഇല്ലാതാവാൻ തന്നെ കാരണമാകും. അപ്പോൾ അതൊക്കെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ പാഠഭാഗത്തിലെ എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ 1 by 1 ആയിട്ട് നോക്കി. ഇനി നമുക്കിതിലെ ഇമ്പോർട്ടൻറ്റ് നോട്ട്സും അതുപോലെ തന്നെ ലെറ്റ്സ് അസസ് എന്ന ആക്ടിവിറ്റിയും നമുക്ക് ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത് വളരെ ലെങ്തി ആണ്, അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ അതും കൂടെ പറയാതിരിക്കുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.